ഇന്ത്യൻ സിനിമയുടെ ബോക്സ് ഓഫീസിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംവിധായകനാണ് കരൺ ജോഹർ. എന്നാൽ ഒരു സംവിധായകനും നിർമ്മാതാവും ഒക്കെ ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഒരു നടനായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. കരൺ ജോഹർ ജനിക്കുന്നത് തന്നെ ഒരു വലിയ സിനിമാ കുടുംബത്തിലാണ്. കരൺ ജോഹറിൻ്റെ അച്ഛൻ യാഷ് ജോഹർ അറിയപ്പെടുന്ന ഒരു സിനിമാ നിർമ്മാതാവും ബിസിനസ്സുകാരനൊക്കെയാണ്. അതുപോലെ തന്നെ യാഷ് ചോപ്ര കരൺ ജോഹറിൻ്റെ അമ്മാവനാണ്. അങ്ങനെ ഒരു സിനിമാ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതൽ അദ്ദേഹം വളരെ ഒരു വളരെ ഒരു ഇൻട്രോവേർട്ടാണ്, അല്ലെങ്കിൽ ഒരു നാണം കുണിങ്ങിയായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ക്രീനിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു പിന്നിലോ ഒരു സിനിമയോടോ ഒന്നും താല്പര്യമുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. പക്ഷേ കരൺ ജോഹറിനെ വളരെയധികം അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ കാര്യമായി തന്നെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ കരൺ ജോഹർ എന്തെങ്കിലുമൊക്കെ ലൈഫിലാവണമെന്നൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് അമ്മയായിരുന്നു. കാരണം അമ്മയായിരുന്നു കൂടുതൽ. കാരണം അച്ഛൻ ബിസിനസ്സും തിരക്കുകളായതുകൊണ്ട് അമ്മയാണ് കൂടുതൽ ഈ പഠിത്തത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. അങ്ങനെ ഒരു 10th കഴിഞ്ഞിട്ട് ഒരു കോളേജിലേക്കൊക്കെ ഒരു പ്രീ ഡിഗ്രിയിലേക്കൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു വെക്കേഷൻ ടൈമിൽ ഒരു സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫർ കരൺ ജോഹറിന് വന്നു. അന്ന് കരൺ ജോഹറുടെ അമ്മേനെയാണ് ഡയറക്ടർ വിളിച്ചത്. ആനന്ദ് മഹീന്ദ്രു എന്നാണ് ആ ഡയറക്ടറുടെ പേര്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, കരൺ ജോഹറിൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്കൊരു മകനില്ലേ, ഇത്ര തടിയൊക്കെ ഇല്ലേ, അപ്പോൾ ഇവർക്ക് ആ ഒരു സീരിയലിൽ ഒരു തടിയുള്ള ഒരു ടീനേജ് ഒരു കൗമാരക്കാരനായ ഒരു പയ്യനെ വേണം. അങ്ങനെ ഓഡിഷന് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കരൺ ജോഹർ അതുവരെ അഭിനയമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ഒരു ഹൈസ്കൂളൊക്കെ എത്തിയപ്പോൾ കരൺ ജോഹർ കുറച്ച് പ്രസംഗത്തിലും അങ്ങനത്തെ ചില കാര്യങ്ങളിലൊക്കെ ആ സമയത്തൊക്കെയാണ് സ്റ്റേജിലൊക്കെ കയറി തുടങ്ങിയതും കുറച്ച് പ്രൈസൊക്കെ വിൻ ചെയ്തിട്ടുള്ള കഥകളൊക്കെ കരൺ ജോഹർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് 10th കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ കരൺ ജോഹറിന് വലിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞതുകൊണ്ടും പിന്നെ അന്ന് ഈ പറയുന്ന ഇൻഡസ്ട്രിക്കകത്തുള്ളവരൊക്കെ ഇവർക്ക് പരിചയക്കാരാണ്. ഇപ്പോൾ കരൺ ജോഹറിന് അമിതാഭ് ബച്ചനും അല്ലെങ്കിൽ അതുപോലത്തെ ആളുകൾ എല്ലാവരെയും ചെറുപ്പം മുതൽ കാണുകയും ഒക്കെ പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പരിചയക്കാരൻ്റെ ഒരു സീരിയൽ ഓഡിഷൻ എന്ന് പറഞ്ഞ് കരൺ ജോഹർ അവിടെ ചെല്ലുന്നു. അപ്പോൾ കരൺ ജോഹർ ഒരു 10 മണിയപ്പോൾ അവിടെ സ്റ്റുഡിയോയിൽ ചെന്നു. അപ്പോൾ ഈ പറഞ്ഞ ഡയറക്ടർ അകത്ത് വേറെ വർക്കിലാണ്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു അസിസ്റ്റൻ്റ് വന്നിട്ട് പറഞ്ഞു വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഏകദേശം ഒരു ഉച്ച വരെ കരൺ ജോഹറോട് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ സമയത്തൊക്കെ കരൺ ജോഹറോട് വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഓപ്പോസിറ്റ് ഒരു പയ്യൻ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഒരു ഏകദേശം ഒരു 10-20 വയസ്സൊക്കെ പ്രായമുള്ള ഒരു പയ്യൻ ഇരിക്കുന്നുണ്ട്. ആ പയ്യനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ കപ്പ് കോഫി കൊണ്ടുവന്ന് കോഫി കുടിക്കുന്നു, കുറച്ച് സിഗരറ്റ് വലിക്കുന്നു. അതായത് ഒരു വേറൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ. അപ്പോൾ കരൺ ജോഹർ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഈ പയ്യന് നല്ല പരിചയമുണ്ട്, പക്ഷെ ആരാന്ന് മനസ്സിലായി. അപ്പോൾ കരൺ ജോഹർ പറഞ്ഞു, അന്ന് ആ ഒരു കരൺ ജോഹറിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ കരൺ ജോഹർ പറഞ്ഞു, എനിക്ക് പൊതുവെ ആൾക്കാരോട് അങ്ങോട്ട് പോയി സംസാരിക്കാനൊക്കെ ഒരു മടിയുണ്ട്. അപ്പോൾ എനിക്ക് ഇവൻ ആരാണെന്ന് പോയി ചോദിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊരു നാണവും ഒരു ചമ്മലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയായപ്പോൾ ഈ അസിസ്റ്റന്റ് വന്ന് കരൺ ജോഹറിനെ കൊണ്ട് ഈ സ്ക്രിപ്റ്റൊക്കെ പറയിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ പറയുന്നുണ്ട്. ഓഡിഷന് മുമ്പ് ഇതൊക്കെ ഒന്ന് തറവാക്കാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോൾ 2 മണിയൊക്കെ ആയപ്പോൾ ഈ ഡയറക്ടർ പുറത്തേക്ക് വന്നു. ഡയറക്ടർ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കരൺ ജോഹറോട് സംസാരിച്ചു. എന്നിട്ട് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പയ്യൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സോറി നിങ്ങൾ സെലക്റ്റഡ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ഓക്കെ എനിക്കിപ്പോൾ അല്ലെങ്കിലും സീരിയലിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഡയറക്ടറിനൊരു അടി കിട്ടി പോലെ ഡയറക്ടർ ചോദിച്ചു, പിന്നെ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. പറഞ്ഞില്ല, എനിക്ക് താല്പര്യമൊന്നുമില്ല, ഞാൻ സിനിമ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ പോയി. അപ്പോൾ ആ പയ്യൻ പോയി കഴിഞ്ഞപ്പോൾ ഡയറക്ടർക്ക് പറഞ്ഞു, ഇവൻ എന്തൊരു അഹങ്കാരമാണ് എന്ന രീതിയിൽ കരൺ ജോഹർ പറഞ്ഞു, അവനല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനുള്ള ലുക്കൊന്നുമില്ല, നമ്മുടെ ക്യാരക്ടറിന് ലുക്ക് മറ്റൊരു നടനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇവനല്ലേ കുറച്ചും കൂടി സുന്ദരൻ എന്ന രീതിയിൽ പറഞ്ഞു. അന്ന് ആ സെലക്ട് ചെയ്ത അതിലൊരു സെലക്റ്റഡ് ആയിട്ടുള്ള പയ്യൻ അക്ഷയ് എന്നായിരുന്നു ആ പയ്യൻ്റെ പേര്. അപ്പോൾ ആ കാപ്പിയും സിഗരറ്റൊക്കെ വലിച്ചിരുന്നിരുന്ന പയ്യനെ പറഞ്ഞു വിട്ടിട്ട് അക്ഷയിനെ സെലക്ട് ചെയ്തു, കരൺ ജോഹറിനെയും സെലക്ട് ചെയ്തു. എന്നിട്ട് ആ സീരിയലിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ഇന്ദ്രധനുഷ് എന്നാണ് ആ സീരിയലിൻ്റെ പേര്. ആ ഇന്ദ്രധനുഷിൽ അഭിനയിച്ച ഈ അക്ഷയ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് പിന്നീട് അക്ഷയ് ആനന്ദ് എന്ന് പറഞ്ഞ ഒരുപാട് സിനിമകളിലും സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഒരു സിനിമയിൽ സിമ്രാൻ്റെ പെയറായിട്ട് വന്നിട്ടുള്ള നടനാണ്. നമ്മളെ മലയാളികൾക്ക് അങ്ങനെയായിരിക്കും അദ്ദേഹത്തെ അറിയുന്നത്. അദ്ദേഹം ഒരുപാട് സീരിയൽസിലാണ് കൂടുതൽ അഭിനയിച്ചത്. കരൺ ജോഹർ ഒരൊറ്റ സീരിയലിൽ അഭിനയിച്ചുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കരൺ ജോഹർ അഭിനയിച്ചില്ല. കാരണം എനിക്ക് അഭിനയം അത്ര ഒരു കോൺഫിഡൻസ് എനിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അഭിനയത്തിൽ നിർത്തി. പിന്നെ അദ്ദേഹത്തിൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഡിഗ്രിയൊക്കെ ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിലേക്കാണ് കസിനായ ആദിത്യ ചോപ്രയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറിയതും പിന്നെ അങ്ങനെ സിനിമയിലൊക്കെ പോകുന്നതും. അന്ന് അവിടെ ആ ഒരു ധാർഷ്ട്യമൊക്കെ കാണിച്ച് സിഗരറ്റൊക്കെ വലിച്ച് ചായയൊക്കെ കാപ്പിയൊക്കെ കുടിച്ചിരുന്നിരുന്ന ആ നടനാണ് ഷാറൂഖ് ഖാൻ. അപ്പോൾ കരൺ ജോഹർ പറഞ്ഞ അന്ന് ഷാറൂഖ് ഖാൻ ഒരു ദൂരദർശനിൽ തന്നെ ഫൗജി എന്നാണ് ആ ഒരു സീരിയലിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ
ഷാറുഖ് ഖാൻ പോയ ശേഷം ഈ സീരിയലിന്റെ ഡയറക്ടർ ആനന്ദ് പറഞ്ഞു അവൻ ഒരു സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അപ്പോഴേക്കും അവൻ അഹങ്കാരമൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഷാറുഖ് ഖാൻ ഒഴിവാക്കി വിട്ടത്. പക്ഷേ ഷാറുഖ് ഖാനെ പിന്നീട് ഷാറുഖ് ഖാനെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്ത ആളാണ് കരൺ ജോഹർ. അപ്പം കരൺ ജോഹർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഷാറുഖ് ഖാൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് പിന്നീട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഷാറുഖ് ഖാൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് ആ സീരിയലിൻ്റെ ഓഡീഷന് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടോന്ന്. ഇപ്പോൾ ഷാറുഖ് ഖാൻ ഓഡീഷൻ വന്നൊക്കെ ഓർമ്മയുണ്ട്, പക്ഷേ കരൺ ജോഹറെ കണ്ടതൊന്നും ഷാറുഖ് ഖാൻ്റെ ഓർമ്മയില്ല. അപ്പോൾ കരൺ ജോഹർ എന്ന് പറയുന്ന ഒരു വ്യക്തി സിനിമയിൽ ചുവട് വെക്കുന്നത് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ വരുന്ന ആദ്യമായിട്ടൊരു നടനായിട്ടാണ്. ഇന്ദ്രധനുഷ് എനിക്ക് തോന്നുന്നു സീരിയൽ ദൂരദർശൻ യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു. കാരണം ഫൗജി അതുപോലെ തന്നെ സർക്കസ് എന്ന് പറയുന്ന സീരിയൽസ് ഒക്കെയാണ് ആ സമയത്ത് ട്രെൻഡായിരുന്ന സീരിയൽസ് ആയിരുന്നു. അതിലൊക്കെ ഷാറുഖ് ഖാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെയോ ചില എപ്പിസോഡ്സ് യൂട്യൂബിലുണ്ട്. കരൺ ജോഹർ അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ 16 വയസ്സ് ഈ ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ഒരു ടൈമിൽ. അക്ഷയ് ആനന്ദും പിന്നീട് ഒരുപാട് സീരിയൽസും സിനിമയിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു. ഷാറുഖ് ഖാൻ പക്ഷെ പയ്യെ സിനിമയിൽ വന്നു, നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സീരിയൽസ് കൂടി ചെയ്ത ശേഷം ഒരു 91 ഒക്കെ ആയപ്പോഴേക്കും സിനിമയിൽ വന്നു, ഒരു 95 ആയപ്പോഴേക്കും ടോപ്പ് ഹീറോ ആയി മാറി. അപ്പോൾ കരൺ ജോഹർ ഷാറുഖ് ഖാൻ കൂട്ടുകെട്ടുകളെ കുറിച്ചും ഒരുപാട് കഥകൾ പറയാറുണ്ട്. എങ്ങനെയാണ് ഷാറുഖ് ഖാനായിട്ടുള്ള ഒരു റിലേഷനോ, ഷാറുഖ് ഖാൻ വെറും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഷാറുഖ് ഖാൻ ഉടനെ കരൺ ജോഹർക്ക് ഒരു ഡേറ്റ് കൊടുത്ത കഥയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം.